ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അതിനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉണ്ടോ? എന്റെ കണ്ണിന് ചുറ്റും ചെറുതായിട്ടുണ്ട് ഡാർക്ക് സർക്കിൾസ്. അപ്പൊ നമുക്കത് കുറയ്ക്കണ്ടേ? ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാം. അതിനൊക്കെ മുമ്പായിട്ട് ഞാൻ പറയട്ടെ, ഡാർക്ക് സർക്കിൾസ് എങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഒന്നില്ലെങ്കിൽ നമ്മളെ ഉറക്കം കുറവായതുകൊണ്ടായിരിക്കാം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം ഞാനായാൽ പോലും രാത്രി ഫോണൊക്കെ നോക്കി കിടക്കുമ്പോൾ ലേറ്റ് ആവാറുണ്ട്. അപ്പം നമ്മളെ ഉറക്കക്കുറവ് കാരണമാണ് ഈ ഡാർക്ക് സർക്കിൾസ് വരുന്നത്. അത് മാത്രമല്ല, സ്ട്രെസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളിപ്പോ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഓവർ പ്രഷറും ഓവർ വർക്കൊക്കെ ആവുമ്പോ നമ്മൾ എപ്പോഴും സിസ്റ്റത്തിന് മുമ്പിൽ തന്നെ ഇരുന്ന് അത് സ്ട്രെയിൻ കൊടുത്ത് അങ്ങനെ നമുക്ക് കണ്ണിനും പ്രോബ്ലംസ് വരും. അതേപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള കാരണമുണ്ട്. പിന്നെ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, നമ്മുടെ ന്യൂട്രീഷന്റെ കുറവും അതിനെല്ലാം ഒരു കാരണമാണ്. ഡാർക്ക് സർക്കിൾസ് വരുന്നതിനൊക്കെ ഒരു കാരണമാണ്. അപ്പൊ ഇതെല്ലാം മാറ്റി പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൊടിക്കൈകൾ കൂടി ചെയ്താൽ ഇത് നമുക്ക് ഏകദേശം ഒന്ന് മാറ്റാൻ കഴിയും. അപ്പൊ പ്രധാനമായിട്ടും ഞാൻ ഇവിടെ 3 റെമഡീസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 3 റെമഡീസ് ആണ്. അപ്പൊ നമ്മളെ റെമഡി നമ്പർ 1, ഒന്നാമത്തെ റെമഡി എന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും വീണ്ടും അലോവേര ജെല്ലില്ലേ? സപ്പോസ് ഇപ്പൊ അലോവേര ജെല്ല് ഇല്ല എന്ന് വെക്കുക, ഇല്ലെങ്കിൽ സാരയില്ല, നമുക്ക് കടയിലും അങ്ങാടി കടയിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അലോവേര ജെല്ല് ചെറിയ ബോട്ടിൽ മേടിക്കാൻ കിട്ടും. അത് മേടിക്കാം. അതിൽ നിന്ന് 1 സ്പൂൺ അലോവേര ജെല്ല് എടുത്തിട്ട് അതിലോട്ട് ഒരു ഇച്ചിരി റോസ് വാട്ടർ ഒഴിക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മളെ കണ്ണിന് ചുറ്റും നന്നായിട്ട് പുരട്ടുക. ഇത് നമ്മളെ ഡാർക്ക് സർക്കിൾസ് റെഡ്യൂസ് ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യണ ഒന്നാണ്. ഇത് നിങ്ങൾ ഓവർനൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്തും കളയാം. ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്താൽ നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അഥവാ ഇപ്പോ റോസ് വാട്ടർ ഇല്ലെന്ന് വെച്ചോ, നിങ്ങൾക്ക് വൈറ്റമിൻ ഇന്റെ ടാബ്ലറ്റ് ഉണ്ടോ, അത് നിങ്ങൾ ഈ അലോവേര ജെല്ലിലേക്ക് ഇട്ട് അതും നിങ്ങൾക്ക് ഒരു ക്രീം ഫോമിൽ കിട്ടും. അതും നിങ്ങൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കണ്ണിന്റെ ചുറ്റും പുരട്ടിയ അതും നല്ലപോലെ ഡാർക്ക് സർക്കിൾസ് റെഡ്യൂസ് ആവും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ റെമഡി നമ്പർ 2, രണ്ടാമത്തെ റെമഡി എന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും വീണ്ടും തൈര് കാണുമല്ലോ അല്ലെ? തൈരും മഞ്ഞൾപ്പൊടിയും എടുക്കുക. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഇപ്പൊ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ കൊടമഞ്ഞളായാലും മതി, ഏതെങ്കിലും ഒരു മഞ്ഞൾ മതി. അപ്പൊ ഒരു കിണ്ണം എടുക്കുക, അതിലോട്ട് 1 സ്പൂൺ തൈര് ഇടുക. അതേണ്ട് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ കൊടമഞ്ഞൾ അത് ഒരു ചെറിയ സ്പൂൺ എടുത്തിടുക. രണ്ടും കൂടി മിക്സ് ചെയ്ത് നിങ്ങളെ കണ്ണിന് ചുറ്റും നന്നായിട്ട് പുരട്ടുക. ഇത് നിങ്ങൾ ഡാർക്ക് സർക്കിൾസ് കുറയും. പക്ഷെ ഇത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ചെയ്യണം, എങ്കിലേ ഇത് കുറയത്തുള്ളൂ. മാക്സിമം നൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത് നല്ലൊരു റെമഡിയാണ്. കണ്ടിന്യൂസ്ലി ചെയ്താൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ റെമഡി നമ്പർ 3, മൂന്നാമത്തെ റെമഡി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എല്ലാവരും വീട്ടിലുള്ള ഒരു സാധനമാണ് നെയ്യ് നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ. അപ്പൊ ഒരു ചെറിയൊരു കിണ്ണത്തിൽ നെയ്യ് എടുക്കുക. ആ നെയ്യ് അരിഞ്ഞു വരുമ്പോൾ ആ നെയ്യ് എടുത്ത് നമ്മുടെ കണ്ണിന് ചുറ്റും നേരത്തെ നമ്മൾ അലോവേര തേച്ചതുപോലെ തന്നെ കണ്ണിന് ചുറ്റും സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ചു കൊടുക്കുക. ഇത് നിങ്ങളൊരു ഓവർനൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ 1 അവർ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഇട്ടിട്ട് അത് നിങ്ങൾ വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് ഇട്ട് കിടന്നിട്ട് തലേ ദിവസം എഴുതിച്ച് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കണം. ഇത് ബാക്കിയുള്ള പാക്കുകളെയും കാട്ടി എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി കുറച്ചുകൂടെ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു പാക്കാണ്. ഇത് നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കണം, ഈ ഒരു നെയ്യ്. പിന്നെ നെയ്യിന്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ പലതരത്തിലുണ്ട്. നെയ്യ് നമ്മുടെ കണ്ണിന്റെ ഡാർക്ക് സർക്കിൾസിന് മാത്രമല്ല, നമ്മുടെ ചുണ്ടിന്റെ കറുപ്പിനും നെയ്യ് മാറും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ തന്നെ ഒരു വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെയ്യ് ചുണ്ടിലെ കറുപ്പ് മാറാൻ ഹെൽപ്പ് ചെയ്യുമെന്ന്. അപ്പൊ നിങ്ങളുടെ ചുണ്ടും ഡ്രൈ ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടിലും നെയ്യ് ഇടാവുന്നതാണ്. നെയ്യ് അപ്പൊ നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പൊ നെയ്യ് നിങ്ങൾ കണ്ടിന്യൂസ്ലി അങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങളെ ഡാർക്ക് സർക്കിൾസ് നല്ലപോലെ റെഡ്യൂസ് ആവാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ പറഞ്ഞ ഹോം റെമഡീസ് മാത്രം ഫോളോ ചെയ്താൽ പോരാ. നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുക. നല്ലൊരു ബാലൻസ്ഡ് ന്യൂട്രീഷണൽ ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. ഉറക്കമാണ് ഏറ്റവും വലുത്. ഉറങ്ങിയാലേ ഡാർക്ക് സർക്കിൾസ് ഒക്കെ പകുതി മാറുള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഹോം റെമഡീസ് കൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ മാറും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.